Hi students, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 3 phase fully controlled rectifier വേവ് ഫോംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതിൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോം വരയ്ക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ തുടങ്ങാം. അപ്പോൾ നമുക്കറിയാം ഇൻപുട്ട് വോൾട്ടേജ് വേവ് ഫോം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയാം, അതുപോലെ തന്നെ പൾസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാം. പിന്നെ നമുക്കറിയാം T1ഉം T6ഉം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് VAB ആണെന്നറിയാം, T1 T2 കണ്ടക്ട് ചെയ്യുമ്പോൾ VAC ആണെന്നറിയാം. അതൊക്കെ നമുക്കറിയാം. ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്കറിയാം, ഏത് ഓർഡറിലാണെന്ന്. VAB, VAC, VBC, VBA, VCA, VCB, ഈ ഓർഡർ നമ്മൾ എങ്ങനെയാണ് എഴുതണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ വേവ് ഫോം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം നമ്മളതിന് ഒരു ബാലൻസ് സ്റ്റാർ കണക്ട് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് നമുക്ക് എങ്ങനെയാണ് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജിന്റെയും ഇക്വേഷൻസ് നോക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ VAN, ഇതാണ് എന്റെ VBN, ഓക്കെ, ഇതാണ് എന്റെ VCN. ഓക്കെ, അപ്പൊ എനിക്ക് വേണ്ടത് എന്താണ്? VAB വേണം. VAB നമുക്കറിയാം, VAN ഞാൻ എന്താ എഴുതിയിട്ടുള്ളത്? VM sin omega t എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് എഴുതി പഠിച്ചിട്ടുള്ളത്? 3 phase half wave മുതൽക്ക്. ഓക്കെ, അപ്പൊ VAB വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? VBN ഒന്ന് ബാക്കോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതെന്തായി നമുക്ക് കിട്ടിയിട്ടുള്ളത്? മൈനസ് VBN ആയി. ഓക്കെ, ഇനി ഞാനിതിന്റെ എന്തെങ്കിലും കൂടി പാരലോഗ്രാം ലോ ഓഫ് എക്സഡീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് VAB കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ VAB. അപ്പൊ നിങ്ങൾ നോക്കുക, VAN ഉം BN ഉം തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ, ആംഗിൾ എത്രയാണ്? VBN സെയിം ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് VAB എന്ന് പറഞ്ഞത് കറക്റ്റ് 120ന്റെ പകുതിയിലാണ് നമ്മൾ വരച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പോ VAN-ന്റെയും അതേപോലെ VCN-ന്റെയും കറക്റ്റ് നടുവിലൂടെയാണ് നമ്മൾ VBN പോയിട്ടുള്ളത്. സോ ഈ ആംഗിൾ എത്രയാണ് വരിക? ഈ ആംഗിൾ 60 ഡിഗ്രിയാണ് വരിക. അതിന്റെ നടുവിലൂടെയാണ് നമ്മൾ VAB വരച്ചിട്ടുള്ളത് അല്ലെ. സോ ഈ ആംഗിൾ എത്രയാണ് വരിക? 30 ഡിഗ്രിയാണ് വരിക. അപ്പൊ നമുക്ക് VAB-ന്റെ ഇക്വേഷൻ എഴുതണം. VAB-ന്റെ ഇക്വേഷൻ എന്താണ് വരിക? VAB-ന്റെ ഇക്വേഷൻ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഒരു പെർട്ടിക്കുലർ മാക്സിമം വാല്യൂ ഇൻറ്റു സൈൻ. VAന്റേത് സൈൻ ഒമേഗ ടി ആയിരുന്നു, പക്ഷെ VAB എന്താണ്? നമ്മുടെ VAനേക്കാളും 30 ഡിഗ്രി മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്ന വേവ് ഫോം ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ഒമേഗ ടി പ്ലസ് 5/6. 5/6 ആണ് 30 ഡിഗ്രി അല്ലെ. ഇനി ഇത് ലൈൻ വോൾട്ടേജ് ആണ്. ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സ്റ്റാർ കണക്ഷനിൽ ലൈൻ വോൾട്ടേജ് is equal to √3 times ഫേസ് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ഇവിടെ VM ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ലൈൻ വോൾട്ടേജിൽ √3 VM എഴുതണം. ഓക്കെ, അപ്പോ നമുക്ക് എന്താ കിട്ടിയത്? VAB equal to √3 VM sin omega t plus 5/6. അപ്പോ നമ്മൾ ഈ VAB-നെ നമ്മൾ എങ്ങനെയാ വരയ്ക്കേണ്ടി വരിക? VAB നമ്മൾ എങ്ങനെയാ വരച്ചത് നിങ്ങൾ നോക്കിയേ. VM sin omega t നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. എങ്ങനെയാ VM sin omega t വന്നിട്ടുള്ളത്? VM sin omega t എന്ന് പറഞ്ഞാൽ കറക്റ്റ് 0 എന്നുള്ള പോയിന്റ് ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഈ ഒരു പോയിന്റ് ആണ് വന്നിട്ടുള്ളത്. VAB എന്ത് ചെയ്യണം? അതിനേക്കാൾ 30 ഡിഗ്രി മുന്നേ സ്റ്റാർട്ട് ചെയ്യണം. സോ VAB-ന്റെ വേവ് ഫോം നമ്മൾ അങ്ങനെ വരച്ചു. ഇനി VAC എന്ന് പറഞ്ഞാൽ VAB സ്റ്റാർട്ട് ചെയ്ത് 60 ഡിഗ്രിക്ക് ശേഷമാണ് ആര് സ്റ്റാർട്ട് ചെയ്യുക? VAC സ്റ്റാർട്ട് ചെയ്യുക. ഇനി VAC സ്റ്റാർട്ട് ചെയ്ത് 60 ഡിഗ്രിക്ക് ശേഷമാണ് VBC സ്റ്റാർട്ട് ചെയ്യുക. VBC സ്റ്റാർട്ട് ചെയ്ത് 60 ഡിഗ്രിക്ക് ശേഷം ആര് സ്റ്റാർട്ട് ചെയ്യും? VBA. വീണ്ടും എന്താണ്? 60 ഡിഗ്രിക്ക് ശേഷം VCA, വീണ്ടും 60 ഡിഗ്രിക്ക് ശേഷം VCB, വീണ്ടും 60 ഡിഗ്രിക്ക് ശേഷം VAB. ഓക്കെ, ഈ ഒരു ഇത് പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരിക? ലൈൻ വോൾട്ടേജിന്റെ വേവ് ഫോം വരിക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ഇതേ രീതിയിൽ തന്നെ പ്ലോട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഏതിൽ എളുപ്പത്തിലുള്ള മെത്തേഡ് അറിയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ബോക്സ് വരച്ച് ഈ ബോക്സിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ വരയ്ക്കുക, പിന്നെ ഈ ഒരു ബോക്സ് വരയ്ക്കുക, ഈ ബോക്സിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ വരയ്ക്കുക, അതിനിടയ്ക്കുള്ള പോയിന്റുകൾ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ അതിന്റെ പീക്കുകൾ ഇങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് ഈ വേവ് ഫോം കിട്ടും. ഓക്കെ, അപ്പൊ പല രീതിയിൽ നമുക്ക് ഈ വേവ് ഫോം വരയ്ക്കാം. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട എത്ര മാത്രമേ ഉള്ളൂ? VAB കഴിഞ്ഞ് 60 ഡിഗ്രിക്ക് ശേഷമാണ് VAC, VAC കഴിഞ്ഞ് 60 ഡിഗ്രിക്ക് ശേഷമാണ് VBC, VBA വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈൻ വോൾട്ടേജിന്റെ വേവ് ഫോം ആയി. ഇനി നമുക്കറിയാം T1ഉം T6ഉം കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് വരിക? T1ഉം T6ഉം കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നത് VAB ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ T1ഉം T6ഉം താഴോട്ട് എന്ത് ചെയ്തു? T1ഉം T6ഉം ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുന്ന 2 ഇൻസ്റ്റന്റ്. ഓക്കെ, ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ? T1ഉം T6ഉം ഒരുമിച്ച് കണ്ടക്ട് ഇൻസ്റ്റന്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴെ ഡോട്ടഡ് ലൈൻ വരച്ചു. സോ ഇവിടെ നിന്നും T6ന്റെ ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിലോട്ട് വരച്ചു. അപ്പോൾ T1ഉം T6ഉം ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു ഇന്റർവെല്ലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്റർവെൽ T1ഉം T6ഉം ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ കിട്ടുന്നത്? VAB. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഡോട്ടഡ് ലൈൻ താഴോട്ട് വരയ്ക്കുക. എപ്പോഴാണോ അത് VAB-യുടെ ലൈൻ വേവ് ഫോമിൽ മീറ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ അവസാനിപ്പിക്കുക. അപ്പൊ VAB-യുടെ ലൈൻ ഇവിടെയും മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും മീറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? അതിനെ ബോൾഡ് ആക്കി വരച്ചു. സോ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. സിമിലർലി T1ഉം T2ഉം ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, T1ഉം T2 ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത് VAC ആണ്.
സോ T1 T2 ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇൻസ്റ്റന്റിലാണ് താഴോട്ട് ഡ്രോപ്പ് ചെയ്യുക. VAC എന്നുള്ള ലൈൻ വോൾട്ടേജിന്റെ വേവ് ഫോം എവിടെയാണ് ടച്ച് ചെയ്യുന്നത് അവിടെ നിർത്തുക. അടുത്തത് എന്താണ് T1 T2 കണ്ടക്ട് ചെയ്യുന്ന അവസാനത്തെ ഇൻസ്റ്റന്റ് ഇതാണ്, അവിടെ നിന്ന് താഴെ ഡ്രോപ്പ് ചെയ്യുക. അത് എപ്പോഴാണോ VACയുടെ ലൈൻ വോൾട്ടേജിൽ തട്ടുന്നത് അവിടെ നിർത്തുക. എന്നിട്ട് അത്രയും പോർഷൻ എന്ത് ചെയ്യുക, ഡാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ് ഫോം. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ് ഫോം വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഓരോ ഇപ്പൊ 2 ഇൻസ്റ്റന്റ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ഇൻസ്റ്റന്റ് T2 T3 ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് VBC കിട്ടും. T3 T4 ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് VBA കിട്ടും. T4 T5 കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് VCA കിട്ടും. T5 T6 കണ്ടക്ട് ചെയ്യുമ്പോൾ VCB കിട്ടും. വീണ്ടും എന്ത് ചെയ്യുന്നതാണ്, ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് ലൈൻ വോൾട്ടേജിന്റെ വേവ് ഫോം നിങ്ങൾക്ക് മനസ്സിലായെന്ന്, സോറി ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ് ഫോം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഔട്ട്പുട്ട് വോൾട്ടേജിൽ നമുക്ക് VAB VAC അതായത് ലൈൻ വോൾട്ടേജിന്റെ വേവ് ഫോം വരച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് അതിൽ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈവൻ സോ അത് DC ആണെങ്കിൽ കൂടി അതിന്റെ ഒരു ഷേപ്പ് വരുന്നത് നമ്മുടെ ലൈൻ വോൾട്ടേജിന്റെ അതേ രീതിയിലാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, നിങ്ങൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 3 ഫേസ് ആണെന്ന് വിചാരിച്ച് വെക്കരുത്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഒരു പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു DC ആണ് വരുന്നത് നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് 3 ഫേസ് AC നമ്മൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, 3 ഫേസ് ഫുൾ കൺവേർട്ടർ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ് ഫോം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഓരോ ഫേസിലുള്ള കറണ്ടാണ്, IA IB IC ഒക്കെ. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഒരു ഇൻസ്റ്റന്റിൽ VAB VAC വരുന്ന സമയത്ത് നമ്മുടെ അപ്പർ പോർഷൻ VAB കിട്ടണമെങ്കിലും VAC കിട്ടണമെങ്കിലും ആരാ കണ്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ ഫേസ് എയിലെ അപ്പർ സ്വിച്ച് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ് എയിലെ അപ്പർ സ്വിച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക, നമുക്ക് കറണ്ട് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുക. കാരണം ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇനി അതായത് VABയും VAC ആണെങ്കിൽ ഫേസ് എയിൽ നിന്ന് ഫേസ് ബിയിലോട്ടാണ് കറണ്ട് പോണത്. അതുപോലെ VAC ആണെങ്കിൽ ഫേസ് എയിൽ നിന്ന് ഫേസ് സിയിലോട്ടാണ് കറണ്ട് പോണത്. അപ്പോൾ നമുക്ക് ഫേസ് കറണ്ട് I എന്തായിട്ട് വരയ്ക്കാം, പോസിറ്റീവ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി VBC വരുന്ന സമയത്ത് അവിടെ ഫേസ് എക്ക് റോളേ ഇല്ല. അപ്പൊ ഫേസ് എയിൽ എന്തില്ല, കറണ്ട് ഇല്ല. VBC എന്നുള്ള വോൾട്ടേജ് വരുന്ന സമയത്ത്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ VBA ഉണ്ട്, അതേപോലെ VCA ഉണ്ട്. VBAയും VCAയും കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫേസ് എയിൽ കണ്ടക്ട് ചെയ്യുന്ന സ്വിച്ച് ഏതാണ്, നെഗറ്റീവ് ഗ്രൂപ്പ് സ്വിച്ച് ആണ്. അതായത് T4 ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. VBA ആവുന്ന സമയത്തും VCA ആവുന്ന സമയത്തും നമ്മുടെ ഫേസ് എയിലെ നെഗറ്റീവ് ഗ്രൂപ്പാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കറണ്ടാ വരിക, നെഗറ്റീവ് കറണ്ടാണ് വരിക. ഓക്കെ, ഇനി ഇത് അങ്ങനെ ആലോചിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ തിരിച്ചാലോചിക്കാം. VBA എന്നുള്ള വോൾട്ടേജ് ആണ് വരുന്നതെന്ന് വെച്ചാൽ ഫേസ് ബിയിൽ നിന്ന് ഫേസ് എയിലേക്കാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. VCA എന്ന് പറഞ്ഞാൽ ഫേസ് സിയിൽ നിന്ന് ഫേസ് എയിലോട്ടാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നേരത്തെ ഫേസ് എന്ന് പുറത്തോട്ട് കറണ്ട് ഫ്ലോ ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കറണ്ട് പോസിറ്റീവ് ആയിട്ട് വരച്ചു. ഇപ്പം ബാക്കിയുള്ള ഫേസ് ബിയിൽ നിന്നും ഫേസ് സിയിലോട്ടും ഫേസ് എയിലോട്ട് കറണ്ട്, ഫേസ് ബിയിൽ നിന്നും ഫേസ് സിയിൽ നിന്നും ഫേസ് എയിലോട്ട് കറണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ ഫേസ് എയിൽ നിന്ന് പുറത്തു പോയ കറണ്ട് ഈ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് എന്താ ചെയ്യുന്നത്, ഫേസ് എയിലോട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് എന്തായി, നെഗറ്റീവായി. വീണ്ടും ഇവിടെ VCB വന്നു. VCB വന്നു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഫേസ് എക്ക് യാതൊരു റോളും ഇല്ല. സോ അവിടെ കറണ്ട് എന്താണ്, 0 ആണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആലോചിക്കുക, ഒന്നിലേക്ക് ഒരു കാര്യം ആലോചിച്ചാൽ നമ്മുടെ ഫേസിൽ പോസിറ്റീവ് ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് കറണ്ട് കിട്ടും. ഓക്കെ, ഇനി നെഗറ്റീവ് ഗ്രൂപ്പിലുള്ള സ്വിച്ച് ആണ് നമ്മളെ ഫേസ് പെർട്ടിക്കുലർ ഫേസിൽ കണ്ടക്ട് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നെഗറ്റീവ് കറണ്ട് ആയിരിക്കും കിട്ടുക. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ആദ്യത്തെ ലെറ്റർ ഫേസ് എ VAB VAC, അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടാണ് കറണ്ട് ഫ്ലോ, എയിൽ നിന്ന് സിയിലോട്ടാണ് കറണ്ട് ഫ്ലോ. അങ്ങനെയാണെങ്കിൽ കറണ്ട് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി BA VCA എന്ന് വന്നു കഴിഞ്ഞാൽ ബിയിൽ നിന്ന് എയിലോട്ടാണ് കറണ്ട് ഫ്ലോ, സിയിൽ നിന്ന് എയിലോട്ടാണ് കറണ്ട് ഫ്ലോ. അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്താണ്, നെഗറ്റീവ് ആണ് വരിക. ഇനി ഇവിടെ ഒരു പെർട്ടിക്കുലർ ഫേസിൽ നമ്മൾ ഇപ്പോൾ ഫേസ് ഇല്ല എങ്കിൽ, ഇപ്പൊ VBC എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എക്ക് ഇവിടെ യാതൊരു റോളും ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും വരിക. ഇവിടെയും കറണ്ട് എന്തായിരിക്കും വരിക, VCB എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും വരിക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ IA IB IC എന്നുള്ള കറണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ IA ഓരോ ഫേസിലെയും കറണ്ട് IAയും IBയും IC ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. IA IB ആൻഡ് IC ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ IA മാർക്ക് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, IB മാർക്ക് ചെയ്യുക. VBC VBA ആവുന്ന സമയത്ത് IB എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. VCA ആവുന്ന സമയത്ത് IB 0 ആയിരിക്കും. VCB VAB ആവുന്ന സമയത്ത് IB എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, IC നിങ്ങൾ സിമിലർ ആയിട്ട് വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 3 ഫേസ് ഫുൾ കൺവേർട്ടർ വേവ് ഫോം വരയ്ക്കുക. അപ്പൊ നമ്മളിവിടെ ആൽഫൈക്കിൾ 0 ആണ് ഡിസ്കസ് ചെയ്തിട്ടത്. ഇനി ആൽഫൈക്കിൾ 30 ഡിഗ്രി ഞാൻ എന്താണ് ബേസിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുക. ഇതാണ് ആൽഫൈക്കിൾ 30 ഡിഗ്രി. ആൽഫൈക്കിൾ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ തൈറസ്റ്റർ T1 എവിടുന്ന് ഫിഗർ ചെയ്യാൻ തുടങ്ങണം, തൈറസ്റ്റർ T1 30 + 30 അല്ലെ, 60 ഡിഗ്രിന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങണം. കാരണം എവിടുന്നാണ് കണ്ടക്ട് ചെയ്യുക, 30 + ആൽഫയിൽ നിന്നാണ് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ആൽഫൈക്കിൾ 30 എന്ന് പറയുമ്പോൾ നമ്മൾ എവിടുന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, 60 ഡിഗ്രിന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. 60 മുതൽ ഒരു 120 ഡിഗ്രി കണ്ടക്ട് ചെയ്യും. 60 മുതൽ 120 എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി.
അപ്പൊ T1 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി 60 ഡിഗ്രിക്ക് ശേഷം ആര് കണ്ടക്ട് ചെയ്യുക? T2 കണ്ടക്ട് ചെയ്യുക. T2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി 60 ഡിഗ്രിക്ക് ശേഷം T3, T3 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം 60 ഡിഗ്രിക്ക് ശേഷം T4, T5, T6 നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, യാതൊരു വ്യത്യാസമില്ല ഇതൊക്കെ തമ്മിൽ. നമ്മൾ ആകെ എന്തേ വ്യത്യാസമുള്ളൂ, ഈ ട്രിഗറിംഗ് ബൾസ് കൊടുക്കുന്ന ആ ഒരു ആംഗിളിൽ മാത്രമേ നമുക്ക് വ്യത്യാസമുള്ളൂ. ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് ട്രിഗറിംഗ് ബൾസ് കൊടുക്കുന്നതെന്ന് ആൽഫയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ, എന്തായാലും ഓരോ തൈറസും എത്ര ഡിഗ്രി കണ്ടക്ട് ചെയ്യും? 120 ഡിഗ്രി കണ്ടക്ട് ചെയ്യും. ഇനി നമുക്കറിയാം T1ഉം T6ഉം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് പോലെ എന്താ കിട്ടുന്നത്? VAB. അപ്പൊ T1ഉം T6ഉം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ എന്ത് ചെയ്യുക? താഴെ ഡ്രോപ്പ് ചെയ്തിടുക. ഓക്കെ, T1, T6. അപ്പൊ VABന്റെ വേവ് ഫോം ഇതാണ് നമ്മുടെ VABയുടെ വേവ് ഫോം അല്ലെ. ഈ VABയുടെ വേവ് ഫോമിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത്, അപ്പൊ ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെയും ടച്ച് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു പോർഷൻ ഞാനത് ഡാർക്ക് ചെയ്തു. ഇനി T1ഉം T2ഉം കണ്ടക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരെ താഴെ ഡ്രോപ്പ് ചെയ്തു. എനിക്ക് കിട്ടുന്നത് VAC എന്നുള്ള വേവ് ഫോം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അത് VACനെ ഇവിടെ ടച്ച് ചെയ്തു. സോറി, T2 എന്നുള്ളതിന് T1 T2 കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് VAC ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ VACന്റെ വേവ് ഫോം ഇവിടെ ടച്ച് ചെയ്തു. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിൽ ഇവിടെയും ടച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വേവ് ഫോം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന വേവ് ഫോം നമ്മൾ ഇത് എയർ ആവാൻ പാടില്ല. അപ്പൊ ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങ് ജോയിൻ ചെയ്ത് കളയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും ഇത് കഴിഞ്ഞാലും നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഓക്കെ, ഇതുവരെയും കിട്ടുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇടയ്ക്കുള്ള പോർഷൻ എന്ത് ചെയ്യണം? സ്ട്രേറ്റ് ലൈൻസ് വെച്ചിട്ട് അങ്ങ് ജോയിൻ ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ് ഫോം ഫോർ ആൽഫയ്ക്കുള്ള 30 ഡിഗ്രി കിട്ടി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫയ്ക്കുള്ള 60 ഡിഗ്രി ആവുന്ന സമയം നിങ്ങൾ നോക്കിയേ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ് ഫോം കറക്റ്റ് നമ്മൾ എക്സ് ആക്സിസിലാണ് നിൽക്കുന്നത്. ഇനി ആൽഫ ഈക്വൽ ടു 90 ഡിഗ്രി ആവുന്ന സമയത്ത് നോക്കിയേ നമ്മളെ എക്സ് ആക്സിസിന്റെ മുകളിലോട്ടും താഴോട്ടും സിമെട്രിക്കലായിട്ടാണ് നിൽക്കുന്നത്. ഇനി ആൽഫയ്ക്കുള്ള 120 ഡിഗ്രി ആവുന്ന സമയത്ത് നോക്കിയേ കംപ്ലീറ്റ് ആയിട്ട് എങ്ങോട്ട് പോയി? നെഗറ്റീവ് പോർഷനിലോട്ട് പോയി. ആൽഫയ്ക്കുള്ള 150 ഡിഗ്രി ആകുമ്പോൾ കൂടുതൽ നെഗറ്റീവ് പോർഷനിലോട്ട് പോയി. ഓക്കെ, അപ്പൊ ആൽഫയ്ക്ക് അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടിന്റെ വേവ് ഫോംസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വാരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കേസിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യുന്നത്. ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ. അപ്പൊ ഞാൻ ആൽഫയ്ക്കുള്ള 0 ഡിഗ്രി എന്നുള്ള വേവ് ഫോം തന്നെ കൺസിഡർ ചെയ്തു. നമ്മുടെ VAB ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എത്ര ഡിഗ്രിയിലാണ്? 30 ഡിഗ്രിയിലാണ് നമ്മൾ VAB സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത VAB എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ഒരു പോർഷനാണ് അടുത്ത VAB സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മൊത്തത്തിൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് ഒരു സൈക്കിൾ. ഓക്കെ, അപ്പൊ 30 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് എത്ര ഡിഗ്രിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 390 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ 390 മൈനസ് 30 ഡിഗ്രി. അപ്പൊ നമ്മളൊരു സൈക്കിൾ എത്രയായി? 360 ഡിഗ്രിയാണ് ഇപ്പൊ ഈ ഒരു കേസിൽ നമ്മളൊരു സൈക്കിൾ. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് എന്ത് ചെയ്യണം? ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണുന്ന സമയം നമ്മൾ എന്താ എഴുതുക? 1 ഡിവൈഡഡ് ബൈ 2π 360 ഡിഗ്രി ഇന്റഗ്രൽ ഏത് മുതൽ ഏതൊരു ഇന്റഗ്രേറ്റ് ചെയ്യണം? ഈ VAB എന്നുള്ള വേവ് ഫോമിന്റെ സെയിം ഷേപ്പ് ആണ് ബാക്കിയുള്ള വേവ് ഫോമുകളൊക്കെ അല്ലെ. VAB, VAC, VC, VBA, VCA, VCB സെയിം ഷേപ്പ് തന്നെയാണ്. അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള ഇത് കാണണമെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? VABന്റെ ഈ 3 ഏരിയ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? VABന്റെ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഏതുവരെ? ഒരു 6 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം VABന്റെ സെയിം ഷേപ്പ് ആണ് VAC, VBC, VBA, VCA, VCB ഒക്കെ. അപ്പൊ 1, 2, 3, 4, 5, 6. അപ്പൊ 6 തവണ നമുക്ക് എന്ത് ചെയ്താൽ മതി? അങ്ങ് VABനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. പോരെ? അപ്പൊ ഇവിടെ 1/2πന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? into 6 6 തവണ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഏത് മുതൽ ഏത് വരെയാണ്? 5/6 30 ഡിഗ്രി മുതൽ ഏതുവരെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്? 90 ഡിഗ്രി വരെ അല്ലെ. അപ്പൊ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? 5/2. ഓക്കെ, എന്താ എഴുതേണ്ടത്? നമ്മുടെ VABന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. √3 VM sin ωt പ്ലസ് 5/6. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, 6/2π. അപ്പൊ 6/2π നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായി? ഇവിടെ 3/5 ഇന്റഗ്രൽ 5/6 to 5/2 √3 VM sin ωt പ്ലസ് 5/6. ഓക്കെ, ഇതായിരിക്കും ഇക്വേഷൻ. ഇനി ജനറൽ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? എപ്പോഴും ആൽഫയ്ക്കുള്ള 0 വർക്ക് ചെയ്യാം അല്ലെ. സോ ഇവിടെയും ആൽഫ ആഡ് ചെയ്യാം, ഇവിടെയും ആൽഫ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ. അതായത് നിങ്ങൾ നോക്കിയേ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ് വന്നിട്ടുള്ളത്? VDC ഈക്വൽ ടു 3/π 5/6 പ്ലസ് ആൽഫ 2 5/2 പ്ലസ് ആൽഫ VAB dωt. ഓക്കെ, അപ്പൊ 3/π 5/6 പ്ലസ് ആൽഫ 2 5/2 പ്ലസ് ആൽഫ √3 VM sin ωt പ്ലസ് 5/6. നമുക്ക് എന്താണ് ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്? 3√3 VM/π into cos ആൽഫ. ഈ VM എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫേസ് വാല്യൂവിന്റെ മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ഞാൻ വെറുതെ 3 VM/π cos ആൽഫ എന്ന് പറയുകയാണെങ്കിൽ ഈ VM എന്തായിരിക്കും? ലൈൻ വാല്യൂവിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മൾ 3 ഫേസ് ഫുൾ കൺവെർട്ടർ ഡിസ്കഷൻ
കഴിഞ്ഞു. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്.